ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഐഷൂസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചോറാണ്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഫൈനായി അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഫൈനായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 170 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുത്ത് അടിച്ചെടുക്കുന്നുണ്ട്. ശേഷം ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ പച്ചരി പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നീട് ഇതിലേക്ക് 1 കപ്പ് മൈദയും ഇട്ട് കൊടുത്ത് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നേരത്തെ അടിച്ചെടുത്ത പഞ്ചസാരയുടെയും ചോറിൻ്റെയും ആ കൂട്ടിലേക്ക് അരിച്ചെടുത്ത മൈദയും അരിപ്പൊടിയും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി അടിച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി മിക്സായി വരണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഫൈനായി എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 3 പാത്രത്തിലായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒന്നിൽ ഗ്രീൻ കളറും മറ്റൊന്നിൽ യെല്ലോ കളറുമാണ് ഇട്ട് കൊടുക്കുന്നത്. വൈറ്റ് തന്നെ ആക്കിയെടുക്കാം. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വനില എസൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്.
ശേഷം ഇത് ചുട്ടെടുക്കാം. ആവി പാത്രത്തിലാണ് ആക്കിയെടുക്കേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ സ്റ്റീമർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു പാത്രത്തിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം എല്ലാ പാത്രവും ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരു നല്ല ക്ലോത്ത് കൊണ്ട് മൂടിക്കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആവിയിൽ നിന്നും വരുന്ന വെള്ളം നമ്മൾ ഉണ്ടാക്കിയ അപ്പത്തിലേക്ക് പിടിക്കാതെ എല്ലാം ആ ക്ലോത്ത് വലിച്ചെടുക്കും. ഇതുപോലെ 40 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതുപോലെ എല്ലാ അപ്പവും ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ അപ്പവും റെഡിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. മക്കൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.